നമസ്തേ. നമസ്തേ. ഡ്രീം 720യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ സമയം അതിൻ്റെ എല്ലാ വേഗതകളും ആർജിച്ചുകൊണ്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി മെയ് 5 ഒരു പടി കൂടി അടുത്തിരിക്കുന്നു. ഫെബ്രുവരി നമ്മുടെ മോഡൽ എക്സാമുകൾ ആരംഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ആ മോഡൽ എക്സാമുകൾ നടക്കുന്നതിൽ നിന്ന് എന്താണ് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഈ വരുന്ന 3 മാസക്കാലം നമുക്ക് ഏറ്റവും നല്ല ഒരു സ്കോറിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ടീച്ചറോട് ചോദിച്ചറിയേണ്ടത്. അത്രയും സ്നേഹത്തോടെ മായ ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് അപ്പാകുമ്പോഴേക്കും കുട്ടികൾ ആദ്യ യൂണിറ്റ് എക്സാം എഴുതി കഴിഞ്ഞിരിക്കും. അതിൻ്റെ റിസൾട്ട് എല്ലാ മെസ്സേജായിട്ടും വെബ്സൈറ്റ് വഴിയും ഒക്കെ കുട്ടികളുടെ കയ്യിലും പേരൻ്റെ കയ്യിലും ആ റിസൾട്ട് എത്തുകയും ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ആ റിസൾട്ടിൽ നിന്ന് രക്ഷിതാക്കൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ഒരു 2 വർഷം പഠിച്ച കുട്ടികളുണ്ട്, 1 വർഷം പഠിച്ച കുട്ടികളുണ്ട്. അപ്പം ആ റിസൾട്ടിനെ എങ്ങനെയാണ് രക്ഷിതാക്കൾ ഒന്ന് നോക്കിക്കാണേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇവര് ആദ്യമായിട്ട് എഴുതുന്ന മോഡൽ എക്സാം ആണ്. ചിലപ്പോൾ എത്ര നന്നായിട്ട് പഠിച്ചാലും ആ ഒരു വെപ്രാളം കൊണ്ടോ അല്ലെങ്കിൽ പേടി കൊണ്ടോ ഒക്കെ ഇച്ചിരി ഒന്ന് മാർക്ക് കുറഞ്ഞാൽ ഒരിക്കലും കുഞ്ഞിനെ അതൊന്ന് എന്തുകൊണ്ടാണ് ഫസ്റ്റ് എക്സാം തന്നെ നീ ഇങ്ങനെയാണോ എഴുതുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാം. ശരിക്കും കുഞ്ഞിന് എന്താണ് കുറവ് പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കി അവളോട് വളരെ എന്താണ്, അല്ലെങ്കിൽ മോനെ എന്തുകൊണ്ടാണ് കുറഞ്ഞത്, കോൺസെപ്റ്റ് പഠിച്ച് തീരാഞ്ഞിട്ടാണോ കുറഞ്ഞത്, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ കയറിയപ്പോഴുള്ള പേടി കൊണ്ടാണോ കുറഞ്ഞത്, എന്താണ് ആ കുറയാനുള്ള കാരണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പക്ഷെ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും അതൊരു ക്വസ്റ്റ്യനിങ് ആയിട്ട് കുറ്റമായിട്ട് കമ്പാരിസൺ ആയിട്ടൊന്നും ചെയ്യരുത്. നിന്റെ കൂടെ ആ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, അല്ലെങ്കിൽ നിനക്കില്ല, നീ ഇത്രയും പഠിച്ചതല്ലേ, അവൻ പെട്ടെന്ന് വന്ന് എഴുതിയതാണ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തൽക്കാലം അവരോട് പറയാതിരിക്കാം. മറിച്ച് അവരുടെ കുറവ് എന്താണ്, എന്തുകൊണ്ടാണ് ആ മാർക്ക് അങ്ങനെ കുറഞ്ഞെങ്കിൽ തന്നെ അത് കുറയാനുള്ള കാരണമെന്ന് അവരോട് തന്നെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കുറവ് നികത്താൻ എന്താണോ ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ അവരോട് മെന്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാനോ കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാനോ ഇതൊന്നും അല്ലെങ്കിൽ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാനോ പറയുക. അവരോട് ഒരു പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്ത് കുറവാണ്, എന്തുകൊണ്ടാണ്, ആ കോൺസെപ്റ്റ് ഉറപ്പില്ലാത്തത് കൊണ്ടാണോ, അതോ ആ എക്സാം ഹാൾ ക്രിയേറ്റ് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ ആണോ, എന്തുകൊണ്ടാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ, ഇനി OMR ഞാനും ശിവൻ സാറും ഒക്കെ കുറേ നാളായിട്ട് ഓരോ ക്വസ്റ്റിനും മാർക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എല്ലാ ക്വസ്റ്റിനും ഒരുമിച്ച് മാർക്ക് ചെയ്തവരാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള സ്ലോ ആയി പോയത് കൊണ്ടാണോ, അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ എന്ത് കാരണം കൊണ്ടാണ് ഈ മാർക്ക് കുറവെന്ന് കുട്ടികൾ അവരെ ഒന്ന് അനലൈസ് ചെയ്ത് പാരൻസ് തീർച്ചയായിട്ടും ഫോൺ വിളിച്ചാലും അല്ലെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കുമ്പോഴായിട്ടും കൃത്യമായിട്ട് കുഞ്ഞിന് എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷെ മനസ്സിലാക്കുന്ന സമയത്ത് അവർക്ക് ഒരു വിധത്തിലുള്ള ഒരു പ്രഷറും ക്രിയേറ്റ് ചെയ്യാതെ അവരെ സ്ട്രെനോസ് ആക്കാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് എന്താണ് അവർ ഫേസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ക്ലാസ് ടീച്ചേഴ്സും ക്ലാസ് മെന്റേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ അത് അവഗ്രഹിച്ചിട്ടുണ്ടാവും ഏത് രീതിയിലാണ് നമുക്ക് ഇനി വരുന്ന മോഡലുകളെ സമീപിക്കേണ്ടതെന്നുള്ളത്. അത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരെ അതിന് സഹായിക്കുകയും ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് തീർച്ചയായിട്ടും കുട്ടിയോടും എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ത് വിചാരിക്കും, പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ത് വിചാരിക്കും, ഈ ഒരു ധാരണ അവർക്കുണ്ട്. അപ്പോൾ പാരൻസ് പറയുമ്പോഴും മോനെ കുഴപ്പമൊന്നുമില്ല, അവരോട് ചെന്ന് സംസാരിക്കുക, അവരൊരു സൊല്യൂഷൻ പറഞ്ഞു തരും എന്നൊരു ഉറപ്പ് കുട്ടികൾക്കും കൊടുക്കുക. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. നമുക്ക് ഒന്നിന്റെയും പോംവഴികളിലോട്ട് എത്തുന്നതിനൊക്കെ അപ്പുറത്ത് ഒന്ന് തുറന്ന് സംസാരിക്കുവാനും അതിനെ വ്യക്തമായി നോക്കിക്കാണുവാനും ഏറ്റവും സ്മാർട്ട് വർക്കായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമുക്ക് ആ മാർക്കിനെ, ആ റാങ്കിനെ, ഇപ്പം നമുക്ക് 6 ചാപ്റ്ററുകളോട് മാത്രമേ 2 ചാപ്റ്ററുകൾ വെച്ചിട്ടുള്ള 6 ചാപ്റ്ററുകളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ ഈ ഒരു എക്സാമിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ എഴുതി ആദ്യമായിട്ട് പല മോഡലുകളും നമ്മൾ കഴിഞ്ഞതാണ്. ഈ ഒരു നീറ്റിന്റെ അതേ പാറ്റേണിൽ, അതേ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എക്സാം എഴുതുന്ന നമ്മുടെ യൂണിറ്റ് വൈസ് എക്സാമിന്റെ ആദ്യത്തെ പരീക്ഷ നടന്നപ്പം കുട്ടികൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിന് തയ്യാറായത്,
അത് എത്രത്തോളം ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേദിയുമായിരുന്നു. തീർച്ചയായിട്ടും അതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയും പോലെ തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ നല്ല സ്റ്റേറ്റ്മെന്റ് ഉള്ള അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യനും വളരെ ചെറിയ ഒറ്റ വാക്കിൽ എഴുതാൻ പറ്റുന്ന ഒരു ആൻസറും ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അത്രയും സ്റ്റേറ്റ്മെന്റ് വായിച്ച് പകുതിയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ആൻസർ കണ്ടു, അവിടെ നിങ്ങൾക്ക് ആൻസർ അത്രയും ഷുവർ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ ആ ക്വസ്റ്റിനെ കുറിച്ച് ഫർദർ ചിന്തിക്കില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കത് അത്രയും ഉറപ്പുള്ള ഒരു ക്വസ്റ്റിനും ഒരു ആൻസറും ആണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങളത് റീതിങ്ക് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ പോകില്ല. എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം എക്സാം ഹാളിൽ ഓക്കെ ആൻസർ ചെയ്തു, കറക്റ്റാണ്, തിരിച്ചു വന്നാൽ സാധാരണ നമ്മൾ കറക്റ്റ് ആകുന്ന കാര്യങ്ങൾ പിന്നെ വായിച്ച് നോക്കാനുള്ള ടെൻഡൻസി കുറവാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വായിച്ച സ്റ്റേറ്റ്മെന്റുകളിൽ ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. അതിനാണ് അത്രയും വലിയ ലെങ്തി സ്റ്റേറ്റ്മെന്റുകളായിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരുന്നത്. 100% ഇതാണ് നമ്മൾ മോഡലുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യം അതിന്റെ മുഴുവൻ ഡേറ്റകളും നിങ്ങൾ വായിച്ചു നോക്കാൻ തയ്യാറാവുകയും അതിന്റെ എല്ലാ ചോയ്സുകളിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിച്ചാൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഒരു 4-5 അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ രീതിയിലാണ് നിങ്ങൾ മോഡലിന്റെ ഓരോ ക്വസ്റ്റ്യനുകളെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയാണ് റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതേ ക്വസ്റ്റ്യൻ അതുപോലെ ആൻസർ എന്നല്ല, മറിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 2-3 അല്ലെങ്കിൽ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ചിലപ്പോൾ ഒരു സാധനത്തിന്റെ പേര്, ഒരു ഇയർ, കണ്ടുപിടിച്ച ആള്, അല്ലെങ്കിൽ അത് എന്ത് പ്രോസസ്സ് വഴിയാണ് ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും. ആ ക്വസ്റ്റ്യനിലുള്ള ആ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചു വെക്കണം. പ്ലസ് ഓപ്ഷനുകളിലും ഇതുപോലെ തന്നെ ചിലപ്പോൾ തിരിച്ചായിരിക്കും, ചെറിയൊരു ക്വസ്റ്റ്യനും വലിയ സ്റ്റേറ്റ്മെന്റുകളും ആയിരിക്കും. അപ്പൊ വരുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ കോൺസെപ്റ്റിൽ നിന്നും 5 or 6 ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് ഇൻ ആൻഡ് അറൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്, ആൻസർ എന്താണ് എന്നതിനപ്പുറം ആ ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും ഇനി എത്ര ക്വസ്റ്റ്യനുകൾ വരാം അത് പഠിക്കുകയും ആ കോൺസെപ്റ്റ് ഒന്നുകൂടെ വായിച്ചു വെക്കുകയും വേണം. അപ്പൊ നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടായിരുന്നോ, ഞാൻ വായിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഡൗട്ട് ഉണ്ട് എന്ന് തോന്നിയാൽ അത് മാത്രം ഒന്ന് വായിക്കുക. അതാണ് റിവിഷൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി എന്ന് പറയുന്നത്. കൃത്യം ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുന്നതിന് പകരം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അല്ലെങ്കിൽ ആൻസറിൽ തന്നെ അല്ലെങ്കിൽ ഓപ്ഷനുകളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന 5 or 6 or 7 ക്വസ്റ്റ്യൻ അതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനും അങ്ങനെ ആ കൺസെപ്റ്റ് ഏറ്റവും നല്ല ബൈഹാർട്ട് ആക്കാനുമാണ് ശ്രമിക്കേണ്ടത്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഒരു ദിവസത്തെ നമുക്ക് അല്ലെങ്കിൽ ഒരു 6 or 7 മണിക്കൂറിന് നമ്മുടെ മൊത്തത്തിലുള്ള തയ്യാറെടുപ്പാണ് ഒരു മോഡൽ എക്സാം. അപ്പൊ പല കുട്ടികളും പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, പഠിച്ച് തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മോഡൽ എഴുതുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ മോഡൽ അത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്ന് അല്ലെങ്കിൽ എഴുതാൻ പോകുന്നില്ല എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു മോഡൽ എഴുതാതെ വരുമ്പോൾ ഉണ്ടാകുന്ന എത്രമാത്രം ഭവിഷ്യത്തുകളാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഞങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു ഫാക്കൽറ്റി ആഗ്രഹിച്ച ഒരു രീതിയിൽ ആ കുട്ടി എത്താതെ പോകുമെന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ഒരു മോഡൽ എക്സാം നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ ആ അത്രയും ചാപ്റ്ററുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരു 10 പ്രാവശ്യം വായിച്ചതിന്റെ എഫക്റ്റാണ് ഒരു മോഡൽ എക്സാം കൃത്യമായി ആ എക്സാം ഹാളിൽ നിന്ന് എഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കറക്റ്റാണ്. ആ രീതിയിൽ വേണം നിങ്ങൾ ഓരോ മോഡൽ എക്സാമുകളെയും കാണുവാനും അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ആ മോഡൽ അടുത്ത മോഡലിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുക. സെക്കൻഡ് കോമ്പിനേഷൻ വരുമ്പോൾ ഓൾറെഡി നിങ്ങൾ ഒന്ന് വായിച്ച് പഠിച്ച അതേ കോൺസെപ്റ്റ് ആണ്. നമ്മൾ എത്രയോ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചെയ്തു എന്ന് ഞങ്ങൾ പറയുമ്പോൾ പോലും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അത്രയും തറവായിട്ടാണ് സെക്കൻഡ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആദ്യം കാണുമ്പോൾ തന്നെ ഇത് ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നുകൊള്ളും. ഇനി വന്നില്ലെങ്കിൽ വീണ്ടും വീട്ടിൽ വന്നതിന് ശേഷം അത് നിങ്ങൾ ചെയ്യുമ്പോൾ അന്ന് എന്തായാലും നിങ്ങൾ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ നോക്കും. ഞാൻ കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞത് ശരി വരുമ്പോഴാണ്. ഇനി കറക്ഷൻ ആണ് വന്ന് തെറ്റിപ്പോയാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ കോൺസെപ്റ്റ് എനിക്ക് അറിയാൻ പറ്റാതെ തെറ്റിപ്പോയതാണോ, അതോ ഞാൻ വായിച്ചപ്പോഴുള്ള ഒരു മിസ്റ്റേക്ക്, നമ്മൾ ആ ഒരു വെപ്രാളത്തിൽ വായിച്ചപ്പോഴുള്ള മിസ്റ്റേക്ക് കൊണ്ടാണോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ
അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ ഈ ഒരു നീറ്റിന്റെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യനിലൂടെ വേണം നിങ്ങൾ ആ കോൺസെപ്റ്റിലേക്ക് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തിരിച്ചു പോകാൻ. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിൽ ആ കണ്ടന്റിൽ എന്താണോ ഇരിക്കുന്നത് അതൊന്നുകൂടെ റിവൈസ് ചെയ്യണം. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയാൽ അപ്പോഴാണ് നിങ്ങൾ ഈ മറിച്ച് നോക്കുന്നത്, ഞാൻ ടെക്സ്റ്റ് വായിക്കണോ അല്ലെങ്കിൽ വീണ്ടും ഒന്ന് നോക്കണോ എന്നൊക്കെയുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ അവിടെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിലോ ആൻസറിലോ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോൺസെപ്റ്റ് വായിച്ചു വരുമ്പോൾ ഇതിങ്ങനെയാണോ, എന്ത് പറ്റി, അതെനിക്ക് ഓർമ്മയില്ലല്ലോ, അങ്ങനെ തോന്നിയാൽ ഡെഫിനറ്റ് ആയിട്ടും അതെടുത്ത് തിരിച്ചൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഞാൻ എന്താണ് തിരിച്ചു വായിക്കേണ്ടത്, മുഴുവനും വായിക്കണോ, കുറച്ച് വായിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾക്ക് ആൻസറുകളാണ് ഈ മോഡൽ എക്സാം കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്ത് കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എല്ലാ എററുകളും കറക്റ്റഡ് ആയിട്ട് വേണം നമ്മൾ കോമ്പിനേഷൻ അറ്റൻഡ് ചെയ്യാൻ. രണ്ട് മേഖലയിലുള്ളവരും, ഒന്ന് 720 എത്തേണ്ടവരുണ്ട്, അതുപോലെ തന്നെ 300 ഇപ്പോഴും നിൽക്കുന്ന കുട്ടികളുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇത് ബാധകമാണ്. കാരണം 720 എത്തേണ്ട ഒരു കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്, എവിടെയാണ് ഞാൻ റിസ്ക് ഫാക്ടർ എടുക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ഒരു പേരന്റ് ചോദിച്ചു, എപ്പോഴാണ് നാം റിസ്ക് എടുത്ത് തുടങ്ങേണ്ടത്, എപ്പോഴാണ്. കാരണം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിന് 2-3 ആൻസറുകൾ നമുക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ അത് ചെയ്താൽ കിട്ടുമെന്ന് തോന്നിയേക്കാം. അപ്പം എവിടെയാണ് റിസ്ക് ഫാക്ടർ എടുക്കേണ്ടത് എന്നുള്ളൊരു പ്രാക്ടീസ് ആയിട്ട് തന്നെ ഈ മോഡൽ എടുക്കണം. നമ്മൾ റിസ്ക് എടുക്കണം. കാരണം നമുക്ക് മാക്സിമം ആൻസറിലോട്ട് എത്തിയത് തന്നെ ചെയ്തിട്ട് വേണം 720 എത്താനായിട്ട്. അതുപോലെ തന്നെ 300 ആളുടെ സംബന്ധിച്ചോളം ഞാൻ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പഠിച്ചു. പക്ഷെ ഇതുപോലൊരു മോഡൽ എക്സാം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 300 ആണ് കിട്ടിയത്. അപ്പം ഞാൻ വിട്ടിരിക്കുന്നത് വീണ്ടും 420 മാർക്കോളം എനിക്ക് കിട്ടാനുണ്ട്. ഞാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെ തെറ്റിപ്പോയിട്ടുണ്ട്. അവിടെ ഞാൻ എന്തുകൊണ്ടാണ് അതിലെനിക്കൊരു 100 മാർക്കും കൂടെ, ഇപ്പം നമുക്ക് തൊട്ടടുത്ത ഒരു 100 മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാൻ സാധിക്കും. അടുത്ത മോഡലിന് എനിക്ക് 50 മുതൽ 100 മാർക്ക് വരെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തായിരുന്നു ഇന്ന് ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് നോക്കിയാൽ അവരൊന്ന് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്ന് എഴുതി വെക്കുന്നത് പോലും നല്ലതായിരിക്കും. കാരണം ചില കുട്ടികൾ ഇപ്പൊ ഏറ്റവും അടുത്ത് ഞാൻ കേട്ട ഒരു കാര്യം, സാറ് ഞാനും കൂടി ഇരുന്ന് പറയുന്നത് കണ്ടിട്ട് പലരും ഒരുമിച്ച് മാർക്ക് ചെയ്യുന്നവര് സിംഗിൾ ആയിട്ട്, അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ ഒന്ന് പറയുന്നുണ്ട്, മിസ്സേ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സമയം എടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല, ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രിപ്പറേറ്ററി എഴുതിയപ്പോഴാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല, 2 പ്രിപ്പറേറ്ററിക്ക് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ കാര്യമാക്കണ്ട, അത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. അപ്പൊ നിങ്ങൾ തന്നെ ഇന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെ അങ്ങനെ മാർക്ക് ചെയ്തതിലുള്ള വ്യത്യാസം കൊണ്ടാണോ സമയം കൂടുതൽ എടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എനിക്ക് കോൺസെപ്റ്റ് ജസ്റ്റ് ഞാൻ മറന്നുപോയി, എനിക്ക് ഒന്നുകൂടെ വായിച്ചാലേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണോ, അതോ എനിക്ക് ഒട്ടും അതിനെക്കുറിച്ച് ഒരു അറിവില്ലാഞ്ഞിട്ടതാണോ, ഇതൊന്നുമല്ല ഞാൻ ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ട് വായിച്ചു പോയത് കൊണ്ടാണോ, എന്താണ് ഓരോ മാർക്ക് കുറയുമ്പോഴും ആ കുറഞ്ഞ മാർക്കിൽ എന്താണ് കാരണമെന്ന് ആ സൈഡിൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് എഴുതി വെക്കൂ. ഓരോ ചോദ്യത്തിന്റെ അതെ, അതിന് നമ്മളൊരു മോശമാണെന്ന് വിചാരിക്കുകയോ തീർച്ചയായിട്ടും ഇല്ല. നമുക്ക് നമ്മുടേതായിട്ടൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ അതിനാണ് നമ്മൾ ഈ 3 മാസക്കാലം കടന്നു പോകുന്നത്. അപ്പൊ അടുത്ത പരീക്ഷ വരുമ്പോൾ നിങ്ങൾ ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എനിക്ക് എറർ വന്നപ്പോൾ ഞാൻ എഴുതി വെച്ചത് അശ്രദ്ധ എന്നാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ താനേ വരും. അടുത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്തു പോയപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം എടുത്തു, കുറച്ച് ലെങ്തി ആയി പോയി, ഞാൻ അത്രയും സമയം അതിനകത്ത് കൺസ്യൂം ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് നിങ്ങൾ പോയില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിങ്ങൾ ഞാൻ സമയം കൂടുതൽ എടുത്തു, കുറച്ചുകൂടെ കെയർഫുൾ ആവുക എന്ന് എഴുതി വെച്ചാൽ അടുത്ത എക്സാമിന് നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ ആലോചിച്ചൊന്നും എടുക്കണ്ട. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നിങ്ങളൊന്ന് മറിച്ച് നോക്കുമല്ലോ. മറിച്ച് നോക്കുമ്പോൾ അതിന്റെ സൈഡിൽ തന്നെ നിങ്ങൾക്കും അറിയാൻ പറ്റും നിങ്ങളുടെ കുറവ് എന്താണ്, എന്തിലൊക്കെയാണ് നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് കറക്ഷൻ വേണ്ടി വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് വേണം. തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു പരീക്ഷ എഴുതാനിരിക്കുന്നതിന് മുമ്പിൽ എല്ലാവരും തീരുമാനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ മാക്സിമം മാർക്ക് മേടിക്കും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കും, എനിക്ക് ഏറ്റവും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തെറ്റിക്കില്ല എന്നൊക്കെ നമ്മൾ പക്ഷേ അതിനേക്കാളുമൊക്കെ 1000 ഇരട്ടി പ്രയോജനമാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ആ പാറ്റേൺ നമ്മളൊന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ. നമ്മൾ ആ ദിവസമല്ല തീരുമാനിക്കേണ്ടത്, അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ആ പാറ്റേണിലൂടെ കടന്നു പോയിരുന്നെങ്കിൽ, അതായത് ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ പറയാൻ അശ്രദ്ധ കൊണ്ട് ഞാൻ തെറ്റിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, നമ്മളൊരു ക്വസ്റ്റിനെ ശരിക്കും വായിച്ചു നോക്കി അതിനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസർ നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് വായിക്കാൻ ക്ഷമ കാണിക്കുകയും എന്നിട്ട് ചോയ്സ് നോക്കുകയും ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അശ്രദ്ധ കൊണ്ടുള്ള തെറ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ആൻസറിലോട്ട് ആ ക്വസ്റ്റിന് നേരെ, അതിപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 40ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൃത്യമായിട്ടും 40ന് നേരെ തന്നെ അത് കൃത്യമായി പരിശീലിക്കണം. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ഡേറ്റ നിങ്ങൾ നോക്കുന്നു, അത് ആ ഡേറ്റ അണ്ടർലൈൻ ചെയ്യുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കുന്നു. നിങ്ങൾക്ക് ആൻസറിലോട്ട് നിങ്ങൾ എത്തുവാണെങ്കിൽ നിങ്ങൾ ആ ആൻസർ ചോയ്സിലുണ്ടോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചോയ്സിലോട്ട് നോക്കിയിട്ട് ആൻസറിൽ എത്തുന്നു. ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും കൂടെ നോക്കണം.
നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ നമ്പർ നോക്കണം. OMR എടുക്കും, വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ നോക്കണം. ആ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ തന്നെ ബബിൾ ചെയ്യണം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ 5 എണ്ണം വെച്ച് ചെയ്യുകയോ 10 എണ്ണം വെച്ച് നിങ്ങൾ OMR ചെയ്യാനായിട്ടോ അവസാനത്തെ 5 മിനിറ്റ് ചെയ്യാനായിട്ട് ദയവായിട്ട് ശ്രമിക്കരുത്. ശരിയാണ്, നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 5-6 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാകാതിരിക്കാം. എനിക്കത് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടാവാം. പക്ഷേ ഇത് നിങ്ങൾക്ക് നീറ്റാണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ നിങ്ങളുടെ ആ റിസൾട്ടിനെ ബാധിച്ചേക്കാം. അത് നിങ്ങൾ ഇപ്പൊ തന്നെ ഒഴിവാക്കണമെന്നുള്ളതും. നിങ്ങൾക്ക് അത് എത്ര നിങ്ങൾ സ്ലോ ആയി പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ആദ്യത്തെ ഒരു പരീക്ഷ ഇച്ചിരി മാർക്ക് കുറഞ്ഞാൽ പോലും, അതുകൊണ്ടാണ് ആദ്യം പാരന്റ്സിനോട് എന്താ കാര്യം എന്ന് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മാർക്ക് കുറഞ്ഞാൽ പോലും അതൊരു കാര്യമാക്കണ്ട, കാരണം അവരത് കറക്റ്റ് ചെയ്യാണ്. അതിന് സമയമെടുക്കും. ഈ പറയുന്ന പോലെ ഇത്രയും നാളും മുഴുവൻ ക്വസ്റ്റ്യൻ ഒരുമിച്ച് മാർക്ക് ചെയ്ത് പോയവർക്ക് ഓരോ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പം വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. എങ്കിൽ പോലും ഒന്ന് സമയമെടുത്താലും അതൊരു വലിയ കുറവായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്, മറിച്ച് നിങ്ങളത് ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് മെയ് 5 എനിക്ക് പോകാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ടഫിന് പോയി ഞാൻ എൻ്റെ ആൻസറിലോട്ട് എത്തുന്ന 2-3 മിനിറ്റിന് പകരം എനിക്ക് എൻ്റെതായിട്ടുള്ള കിട്ടുമെന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കിട്ടിയാൽ എനിക്ക് 20 മാർക്കിലോട്ടാണ് ഞാൻ എത്തുന്നത്. ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എത്തുന്നതും അവിടെ 2 ക്വസ്റ്റ്യൻ ചെയ്യുന്നതും എനിക്ക് പറ്റുന്ന രീതിയിലുള്ള 2 എണ്ണം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഒന്ന് സ്കിപ്പ് ചെയ്യാനുള്ള പ്രാക്ടീസ് ഇപ്പോഴേ ഉണ്ടാവണം. നമ്മൾ ഫിസിക്സ് ആദ്യം എടുത്തു, അല്ലെ കെമിസ്ട്രി എടുത്തു, സാറിന് സ്വാഭാവികമായിട്ടും ബയോളജി ആയിരിക്കാം. ആവട്ടെ, നിങ്ങൾ ആ എടുത്തൊരു 5 ക്വസ്റ്റ്യനിലോട്ട് എത്തുമ്പോൾ ഇത് നമ്മുടെ രീതിയിലല്ല വരുന്നത്, സമയം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് മറ്റൊരു സബ്ജക്റ്റ് എടുക്കാനും, അവിടെ നമുക്ക് കംഫർട്ട് ആണെങ്കിൽ അത് നമ്മൾ തുടരുന്നു, അവിടെയും ടഫ് ആണെങ്കിൽ അടുത്ത സബ്ജക്റ്റ് എടുക്കാനുമുള്ള ഒരു പ്രാക്ടീസ് ദയവായിട്ട് ഈ മോഡലുകളിൽ നിങ്ങൾ കൊണ്ടുവരണം. തീർച്ചയായിട്ടും. കാരണം ചില ഇത് കുറച്ച് ലെങ്തി ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ പൊതുവെ അത് സ്കിപ്പ് ചെയ്യാൻ ഒരു മടിയാണ്. കാരണം എനിക്ക് അറിയാലോ ചെയ്താൽ കിട്ടുമായിരിക്കും, എല്ലാം കിട്ടും. പക്ഷെ കിട്ടുമെങ്കിലും ആദ്യം നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുന്നത് ഏറ്റവും താഴെ നിൽക്കുന്ന കൊമ്പിലുള്ള ഇതൊക്കെ നമ്മൾ പറിച്ചു വെച്ചിട്ട് വേണം ഏറ്റവും മുകളിലേക്ക് എത്തിപ്പിടിക്കാൻ. അപ്പൊ ആ എത്തിപ്പിടിക്കാൻ പോകുന്നതിന് മുമ്പ് താഴെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വളരെ സേഫ് ആയിട്ട് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ മറ്റതിലേക്ക് പോകാൻ. നിങ്ങളും അങ്ങനെ വേണം. അപ്പൊ ആ ഒരു എനിക്ക് എല്ലാം അറിയാം, ഞാൻ നന്നായിട്ട് പഠിച്ച ചാപ്റ്ററാണ്, അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് പോകാം എന്നുള്ളത് വേണ്ട. ആ ഒരു സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഏറ്റവും സ്പീഡിൽ പോയി ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ചെയ്ത ബാക്കി സമയം നിങ്ങൾക്ക് തിരിച്ചു വന്നത് ചെയ്യാൻ പറ്റും. അപ്പോഴും നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് വേണം ഇരിക്കാൻ. കാരണം ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ പാനിക് ആവേണ്ട ആവശ്യമില്ല, ഇപ്പൊ ഞാൻ ഏറ്റവും അടുത്തുള്ള കാര്യം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അവിടെയും നിങ്ങൾ ഭയങ്കരമായിട്ട് അയ്യോ എനിക്ക് കിട്ടിയില്ല, നല്ല ലെങ്തി ക്വസ്റ്റൻ ആണ്, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഒന്നും ആലോചിക്കുകയേ വേണ്ട. ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം 2023 നമുക്ക് മുമ്പിലുണ്ട്. ബയോളജി നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. കെമിസ്ട്രി വന്നപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെങ്തിയാണ്, പക്ഷെ ആൻസർ എല്ലാത്തിനും കിട്ടും. അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട 45 മിനിറ്റിന് പകരം നമുക്ക് 1 മണിക്കൂറോളം നമുക്ക് ചെലവ് വരുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആ കെമിസ്ട്രിയുമായിട്ടിരുന്നു. ഫിസിക്സ് 45 ക്വസ്റ്റ്യനും അല്ലെ 50 ക്വസ്റ്റ്യനും 20 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഏറ്റവും കുറവ് കുട്ടികൾ 10 ക്വസ്റ്റ്യൻ എങ്കിലും അതിന്റെ കറക്റ്റ് സമയത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ പോയി. അപ്പം ആ ഒരു തെറ്റ് 2024 ആവർത്തിക്കരുതെങ്കിൽ മെയ് 5-ാം തീയതി അല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇപ്പോൾ മുതൽ. തീർച്ചയായിട്ടും അടുത്ത മോഡലുകൾ മുതൽ നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യണം. ജെഇമെയിൻ ആദ്യത്തെ സെഷൻ കഴിഞ്ഞു. 10 എക്സാമുകൾ നമ്മുടെ എല്ലാ കുട്ടികൾക്കും പ്രിന്റ് ചെയ്ത് ക്വസ്റ്റ്യൻ കൊടുത്തു. ഫിസിക്സ്, കെമിസ്ട്രി നിങ്ങൾ നോക്കൂ, എല്ലാം ഡയറക്റ്റ് ആയിരുന്നു, എല്ലാം സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഒരു അനാലിസിസ് പറഞ്ഞപ്പോൾ പോലും NMC കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റിയതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല എന്നാണ് സബ്ജക്ട് എക്സ്പേർട്സ് പറഞ്ഞത്. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും ഒക്കെ ആസ് എ ഹോൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു മൊത്തം മാറ്റിയിട്ടുള്ള ഒന്നിൽ നിന്നും ഒരു ക്വസ്റ്റ്യനും വന്നില്ല. പിന്നെ ചില കോണ്ടന്റ് മാത്രം ചാപ്റ്റർ അവിടെ ഉണ്ട്, കോൺസെപ്റ്റുകളെല്ലാം നിലനിർത്തിയിട്ട് ചില കോണ്ടന്റുകൾ മാത്രം NMCയുടെ സിലബസിൽ ഇല്ലായിരുന്നു. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഓപ്ഷനുകളിലൊക്കെ കയറി വന്നു എന്നാണ് JEE പറഞ്ഞത്. അപ്പൊ കാരണം ആദ്യം മെഡിക്കലിന് വേണ്ടിയിട്ട് NMC തയ്യാറാക്കി, അത് തന്നെയാണ് പിന്നെ അവസാനം NCERT നേരത്തെ കൊണ്ടുവന്നു, NTA അത് തന്നെ കൊണ്ടുവരികയും ചെയ്തു. അപ്പം NTA എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ കൃത്യമായിട്ട് ആ ഫാക്കൽറ്റി നവംബറിൽ കൊണ്ടുവന്ന സിലബസ് അനുസരിച്ച് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കൊണ്ടുവന്നു. അതോടൊപ്പം പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ളതെന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എല്ലാ ചാപ്റ്ററുകൾക്കും കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തു. അപ്പം നിങ്ങൾക്ക് അവിടെ കംഫർട്ടായിട്ട്, ഇപ്പോൾ ഫിസിക്സ് ടഫാന്ന് പറയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള 6-7 ചാപ്റ്ററുകൾ ഉണ്ട്. അത് നന്നായിട്ട് നോക്കുക. കാരണം അതിൽ നിന്ന് മറ്റേ കറൻസിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക്സും നിങ്ങൾക്ക് ടഫാണെങ്കിലും അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്, അതവിടെ ഇരിക്കട്ടെ, ആണെങ്കിൽ
നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ നിന്നും അതേ മാർക്കുള്ള അതേ വെയിറ്റേജ് ഉള്ള അതേ സമയം ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതും ഏറ്റവും സ്മാർട്ട് വർക്കിനകത്ത് ഉണ്ട്. അപ്പം അവിടെ നമ്മൾ തീർച്ചയായിട്ടും ഒരു 50 ക്വസ്റ്റ്യനകത്ത് നമുക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യൻ കിട്ടാതെ പോകരുത്. എനിക്കൊന്ന് മുഴുവൻ ക്വസ്റ്റ്യനും വായിക്കാനുള്ള ഒരു സമചിത്തത അല്ലേ, സമയവും സമചിത്തത അതെ നമ്മൾ കാണിക്കണം. ആ ഒരു ഇത് നമ്മൾ ആ ഒരു 200 ക്വസ്റ്റനും ഞാൻ കണ്ടിരിക്കും, 200 ക്വസ്റ്റനും ഞാൻ വായിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. അത് മെയ് 5-ാം തീയതി അല്ല, അതാണ് പിന്നെയും ഞാൻ ആവർത്തിക്കുന്നത്. മെയ് 5-ാം തീയതി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതല്ല. ഇന്ന് നിങ്ങൾ ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ ഈ എഴുതിയ സമയത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കുറവ് നിങ്ങൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെ ഒന്ന് എഴുതി വെച്ച് അനലൈസ് ചെയ്ത് അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ജെയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മളെല്ലാവരും വളരെ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി. കാരണം നിങ്ങളും വിചാരിച്ചു വെച്ചിരിക്കുന്ന പുതിയ സിലബസ് ഒക്കെ മാറുമ്പോൾ ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വരും, കുറച്ച് ഭയങ്കര ഡീപ്പായിട്ട് പോവോ, ഔട്ട് ഓഫ് സിലബസ് ചോദിക്കോ, പ്രാക്ടിക്കലി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ വരുമോ, ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ജെയ്ക്ക് ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റിന് എന്തായാലും നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ലെവൽ അതേ ലെവലിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അയ്യോ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുമെന്നോ ഒരുപാട് വെളിയിൽ നിന്ന് വരുമെന്നോ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കണം. നമ്മൾ പഠിച്ചിരിക്കുന്നത് കംഫർട്ടബിൾ ആയിട്ടാണ്, അത് തന്നെ പരീക്ഷയ്ക്ക് വരും. നിങ്ങൾ അത് ഉറപ്പിച്ച് ഞങ്ങളെയും നിങ്ങളെയും വിശ്വസിച്ച് പതുക്കെ എറർ കറക്റ്റ് ചെയ്ത്. കെമിസ്ട്രിയിൽ എന്താണ് സംഭവിച്ചത്? കെമിസ്ട്രിയിൽ ഇൻഓർഗാനിക്കിന് പ്രാതിനിധ്യം കുറയുമെന്ന് നിങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പറഞ്ഞപ്പോഴും നമ്മുടെ ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെയല്ല വരുന്നത്. ഇൻഓർഗാനിക്കിന് ചാപ്റ്റർ കുറഞ്ഞതേ ഉള്ളൂ, അതിൽ നിന്നുള്ള വെയിറ്റേജ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. സത്യമാണ്. 10 ക്വസ്റ്റിനകത്തും ജെഇമെയിന്റെ 10 പാറ്റേണിൽ വന്ന ക്വസ്റ്റിനകത്തും ഇൻഓർഗാനിക്കിനും ഓർഗാനിക്കിനും ഫിസിക്കലിനും ഒരേ ലെവൽ തന്നെയായിരുന്നു. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു അഡീഷണൽ ഷീറ്റ് ഉപയോഗിക്കാതെ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ജെയുടെ ലൈവില് ജോർലി സാർ ആയിരുന്നു എന്റെ കൂടെ നിന്നത്. അപ്പം സാറ് പറഞ്ഞത് ജെഇ പോലും ഒരു 20 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓർഗാനിക് ഒക്കെ നോർമലി ഇവർ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ക്വസ്റ്റ്യന് പോലും അത്യാവശ്യം വായിച്ച ഒരു കുട്ടിക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ട് മാത്തമാറ്റിക്സിന് സമയം വേണമായിരുന്നു, ഉപയോഗിക്കണമായിരുന്നു. അതുകൊണ്ട് അവര് ഫിസിക്സ് കെമിസ്ട്രി നോർമലി അവരത് സ്പീഡിൽ ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ബയോളജിക്ക്, ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രിക്ക് ഒരേ ഉപയോഗം തന്നെ മതി. അവിടെ നമ്മൾ മറ്റൊരു സബ്ജക്റ്റിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് 45 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഈക്വലായിട്ട് തന്നെ കൊടുത്തുകൊണ്ട് എല്ലാ ചാപ്റ്ററുകൾക്കും ഒരു ചാപ്റ്ററിനും കൂടുതൽ വെയിറ്റേജ് കൊടുക്കണ്ട. ഇനി അതിന് നിങ്ങൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണ്, ഇപ്പോൾ ജെഇക്ക് ചോദിച്ച ചോദ്യം ഏതാണെന്നുള്ളതൊന്ന് എടുത്തു നോക്കിയാൽ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞു വന്നത്. ഇപ്പൊ ഫിസിക്സിലോ കെമിസ്ട്രിക്കോ നിങ്ങൾക്ക് ഒട്ടും പറ്റിയിട്ടില്ല, നിങ്ങൾ തൊട്ടിട്ടേ ഇല്ലാത്തൊരു ചാപ്റ്റർ ആണെങ്കിൽ പോലും തൊട്ടിട്ടേ ഇല്ലാത്തൊരു ചാപ്റ്റർ ആണെങ്കിൽ പോലും നിങ്ങളത് ചെയ്യും. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ക്വസ്റ്റ്യനിൽ നിന്നും ആ ആൻസറിൽ നിന്നും ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ നിങ്ങൾ ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 80 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടണം. ആ രീതിയിൽ വേണം ഓരോ മോഡൽ എക്സാം ചെയ്യുമ്പോഴും നിങ്ങൾ ആ ക്വസ്റ്റ്യനെ വിലയിരുത്താൻ. അങ്ങനെ വിലയിരുത്തി അതിൽ നിന്നുള്ള കോണ്ടന്റും കോൺസെപ്റ്റും പഠിച്ചു പോയാൽ നിങ്ങൾ അഥവാ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയാൽ പോലും അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് വിട്ടുപോകില്ല. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ വിട്ടുപോയേക്കാം, കാരണം ഒട്ടും പഠിക്കാതെ പോയതാണ്, അതുകൊണ്ട് വിട്ടുപോയേക്കാം. എങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വഴി ബാക്കി വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഉണ്ട്, അവിടുന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ ഒരു കാരണവശാലും വിടാതെ അതിൽ നിന്നും എന്ത് ചോദിച്ചാലും നമ്മൾ എഴുതും. അപ്പോൾ മാർക്കുകളെല്ലാം ഏത് ക്വസ്റ്റ്യൻ എടുത്താലും നമുക്ക് 4 മാർക്കാണ്. അത് ഡിഫിക്കൽട്ട് ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കും ഈസി ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കും അല്ലാത്തത് കൊണ്ട് ഏത് എഴുതിയാലും നമുക്ക് സെയിം മാർക്കാണ് കിട്ടാൻ പോണേ. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ്, പലരും കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നെ കാണാൻ വന്നപ്പോൾ ആ മോള് പറഞ്ഞത്, മിസ്സേ എനിക്കത് ഭയങ്കര പാടാണ് ആ ചാപ്റ്റർ, അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് നടന്നപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി വളരെ സ്പീഡിൽ അത് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ സാരമില്ല, കാരണം ഇനി നിനക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നീ നോക്കിക്കോ, ആ കുഞ്ഞ് ഏറ്റവും സ്ലോയിലായിരിക്കും ചെയ്യുന്നത്. അപ്പം പലർക്കും നമുക്ക് കംഫർട്ടബിൾ ആവുന്ന വേറൊരാൾക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. പരീക്ഷാ പാറ്റേണും ഇത് തന്നെ ആയിരിക്കും. ഫിസിക്സ് കുറച്ചൊന്ന് ടഫായിട്ട് പിടിച്ചാൽ കെമിസ്ട്രിയും ബയോളജിയും ഡെഫിനറ്റ് ആയിട്ടും ലിബറൽ ആക്കും. ഇനി ബയോളജി ഒത്തിരി സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും കുറച്ച് ലിബറൽ ആയേ പോകും. അല്ലാതെ നിങ്ങളെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇത്രയധികം 23 ലക്ഷത്തോളം കുട്ടികൾ എഴുതേണ്ട ഒരു എക്സാമില് തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാവുന്ന മേഖലകളും എല്ലാ ചാപ്റ്ററുകളിൽ നിന്നുള്ളതും കൃത്യമായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കംഫർട്ട് ആയിട്ടുള്ളത് തെറ്റിക്കുകയില്ല എന്നുള്ളത്, അത് മെയ് 5-ാം തീയതി അല്ല തെറ്റിക്കരുതാത്തത്,
ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ നിങ്ങൾ എക്സാം എഴുതുന്നത് തൊട്ട് തെറ്റിക്കില്ല എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ OMRൽ ഒരു ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ആയിക്കോട്ടെ, നമുക്ക് ആ തെറ്റായി പോയി എന്ന് നമുക്ക് തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ ആ ബാക്കിയുള്ള ചാപ്റ്ററുകൾ നോക്കിയപ്പോൾ അല്ല ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ മനസ്സിലായെങ്കിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് തിരുത്താനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ പോകരുത്. ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നമ്മൾ അടുത്തതിലോട്ട് പോകും. ചിലപ്പോ ആ ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ കഴിയുമ്പോഴായിരിക്കും ആ ആൻസർ തന്നെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അയ്യോ ഇത് ഞാൻ നേരത്തെ എഴുതിയത് തെറ്റിച്ചാണല്ലോ എന്ന് തോന്നും. ആ സമയത്ത് എപ്പോഴും ഒരു സെൽഫ് കൺട്രോൾ വേണം. ആ സമയത്ത് പാനിക്കായി അയ്യോ ഞാൻ ഇതൊന്നും മറിച്ച് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരു വെപ്രാളവും വേണ്ട. എന്തായാലും ചെയ്തോ, സാരമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഓക്കെ ഇവിടെ ഞാൻ ഒരു 4 മാർക്ക് കളഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇനി ഞാൻ പാനിക്കായാൽ ബാക്കിയുള്ള മാർക്കുകളാണ് പോകാൻ പോണേ. അപ്പൊ എന്തായാലും പോയത് പോയി, എനിക്കത് കിട്ടത്തില്ല. അതിനെക്കുറിച്ച് പിന്നെ ഇനി വറി ചെയ്യുകയോ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ മനസ്സിനോട് ഇങ്ങനെയാണ് പറയേണ്ടത്, എനിക്കിപ്പോൾ 4 മാർക്കേ പോയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ബാക്കി ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോയേ പറ്റൂ. അല്ലാതെ ആ ഒരു പാനിസിറ്റിയോടെ വായിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് ചെന്നെത്തും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നിങ്ങൾ ഇന്നലെ എഴുതിയ പരീക്ഷയിൽ ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ എടുത്തു വെച്ച് കൃത്യമായി നോക്കി അടുത്ത പരീക്ഷയിൽ ഈ നിങ്ങൾ കാണിച്ച എററുകൾ ഒരു 75% എങ്കിലും കുറച്ചിട്ട് വേണം അടുത്ത പരീക്ഷയ്ക്ക് പോകാൻ. സെക്കൻഡ് പരീക്ഷ കഴിയുമ്പോൾ അത് 100% കുറച്ച് എന്റെ എററുകൾ എന്താണ് അതെനിക്കിനി ഒരിക്കലും വരില്ല എന്ന് ഉറപ്പിച്ച് വേണം നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പോകാൻ. അങ്ങനെ ആകുമ്പോഴേക്കും കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബോട്ടണി ആയാലും സുവോളജി ആയാലും നിങ്ങൾ എവിടെയാണോ മിസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പേടി ഉണ്ടാക്കുന്നത് അത് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഈ ക്വസ്റ്റ്യനുകളിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും. പിന്നെ ഈ മോഡലുകളെല്ലാം ഓൺലൈൻ മാത്രമായിട്ട് എഴുതാൻ പറ്റിയ കുട്ടികളുണ്ട്. കാരണം പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഓൺലൈനായിട്ട് തന്നെ മോഡൽ എക്സാമുകൾ എഴുതുന്നുണ്ട്. അവരും ആ പേരൻസും ശ്രദ്ധിക്കുക, നിങ്ങൾ ഇന്ന് മോഡൽ എഴുതിയത് ഓൺലൈനായിട്ട് എഴുതിയത് ദയവായിട്ട് ഇന്ന് തന്നെ ഒന്ന് OMRൽ എടുത്ത് ഓഫ്ലൈൻ രീതിയിലൂടെ പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്നും നിങ്ങൾ ഓഫ്ലൈൻ പ്രാക്ടീസ് ചെയ്യണം. അവസാനത്തെ ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2-3 എക്സാമുകൾ OMRൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കാന്ന് വിചാരിക്കരുത്. എല്ലാ എക്സാമുകളും ആയിക്കോട്ടെ, നമ്മൾ ക്വസ്റ്റ്യൻ ഫെമിലിയർ ആയി, നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും നമ്മൾ 3 മണിക്കൂറൊന്നും എടുക്കേണ്ടതായിട്ടില്ല, അരമണിക്കൂർ എടുത്താൽ മതി. പക്ഷേ OMRൽ ചെയ്ത് ആ ക്വസ്റ്റ്യൻ വായിക്കാനും അതിനനുസരിച്ച് 1 by 1 OMRൽ ഏത് സബ്ജക്റ്റ് ആണെന്ന് നോക്കാനും ക്വസ്റ്റ്യൻ നോക്കാനും ഒക്കെ ഉള്ള ഒരു നമ്മൾ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ ഒരു സമചിത്തത കാണിച്ചുകൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ പേരൻസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനും കുട്ടികൾ അത് തന്നെത്താൻ ചെയ്യാനുമായിട്ടുള്ള ഒരു ഇത് കാണിക്കണം തീർച്ചയായിട്ടും. കാരണം ഓൺലൈൻ എഴുതുമ്പോൾ ഓൺലൈൻ നിങ്ങൾ 1 by 1 ചെയ്യുന്നതിനേക്കാളും 15-20 മിനിറ്റ് കൂടുതൽ എടുക്കും ഓഫ്ലൈൻ OMRൽ ചെയ്യാൻ. OMRൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ അതിന് നേരത്തെ തന്നെ പൂരിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട്. കാരണം ഓരോ ക്വസ്റ്റിന് നേരെ ആണോ എന്നൊക്കെയുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെയൊന്നും നമുക്ക് സമയം കളയാനായിട്ടില്ല. അതുകൊണ്ട് അവർ നിങ്ങൾ ദയവായിട്ട് ഇപ്പോൾ മുതൽ തന്നെ OMRൽ പ്രാക്ടീസ് ചെയ്യണം. അത് ഓൺലൈൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് മതി, പക്ഷേ അത് ചെയ്യണം. അപ്പോൾ ഒന്ന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തറവായിട്ട് പഠിക്കുകയും ഒപ്പം പ്രാക്ടീസ് ചെയ്യുകയും വേണം. എനിക്ക് തോന്നുന്നു സർ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയണം തോന്നി. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞു, മിസ്സേ ഞാൻ ഓൺലൈനിൽ ചെയ്തപ്പോൾ എനിക്ക് 630+ ഉണ്ടായിരുന്നു, ഓഫ്ലൈനിൽ വന്നപ്പോൾ എനിക്ക് 400-500 ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കുട്ടി മാൽ പ്രാക്ടീസ് നടത്തി അറിയാതെയെങ്കിലും ബാക്കിയുള്ളവർ ചിന്തിക്കുകയും കൂടെ ചെയ്യും, അതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഓൺലൈനിൽ ചെയ്യുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് തെറ്റാണെന്ന് തോന്നിയാൽ തിരിച്ചു പോയി ക്ലിക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ മാറ്റാറുണ്ട്. പിന്നെ ഭയങ്കര സ്പീഡിൽ ചെയ്യാനും പറ്റും. പക്ഷെ ഇത് ഓഫ്ലൈനിലേക്ക് വന്നപ്പോൾ എനിക്ക് OMRൽ മാർക്ക് ചെയ്ത് വന്നപ്പോൾ അയാള് ഈ പറയുന്ന പോലെ ഇത്രയും നാള് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഓഫ്ലൈനിൽ വന്ന് പരീക്ഷ എഴുതി തുടങ്ങിയപ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ മിസ്സേ എനിക്ക് എല്ലാം തെറ്റിപ്പോണു, അപ്പോൾ ഒന്ന് തെറ്റി എനിക്ക് ബബ്ലിംഗ് മാറിപ്പോയി, അല്ലെങ്കിൽ ഞാൻ സമയം എടുക്കുമ്പോൾ ഞാൻ ആകെ പാനിക്കായിട്ട് ഫുൾ കാര്യങ്ങളും തെറ്റിപ്പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല മോനെ, ആദ്യത്തെ ഒരു 5 എക്സാം ഇങ്ങനെ തന്നെ പോട്ടെ, പക്ഷെ ഓരോ 5 എക്സാം കഴിയുമ്പോഴും നീ ഒരു 5-10 മാർക്ക് കൂട്ടി നിന്റെ
അതിന്റെ എറർ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം ബാക്കി ഒന്നും ശ്രദ്ധിക്കേണ്ട, കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പോകും. അപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന എന്തായാലും കുറയും, സാരമില്ല. അടുത്ത പരീക്ഷയ്ക്ക് ഒരു 5 ക്വസ്റ്റ്യൻ കൂട്ടുക, അടുത്ത പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 3-4 പരീക്ഷ കഴിയുമ്പോഴേക്കും 100% മാർക്ക് ചെയ്യാനുള്ള എബിലിറ്റി നീ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഓൺലൈൻ എഴുതി നല്ല സ്കോർ കിട്ടുന്ന കുട്ടിക്ക് ഓഫ്ലൈനോട്ട് എഴുതുമ്പോൾ തീർച്ചയായിട്ടും മാർക്ക് കുറയും. തീർച്ചയായിട്ടും കുറയും. അപ്പോൾ പാരന്റ്സും വിചാരിക്കേണ്ട കുഞ്ഞ് എന്തോ ചെയ്തിട്ടാണെന്ന് വിചാരിക്കേണ്ട, മാൽ പ്രാക്ടീസ് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു രീതിയാണെന്ന് വിചാരിക്കരുത്. OMR എഴുതുന്നതുമായിട്ട് ശരിക്കും വ്യത്യാസമുണ്ട്. സമയം കൂടുതൽ എടുക്കും. കാരണം ഇത് 2 സെക്ഷൻ. മറ്റേ നമുക്ക് ഒരു ഒറ്റ വ്യൂവിൽ നമുക്ക് ചോദ്യവും അതിന്റെ ആൻസറും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു 1 ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചോദ്യം വായിക്കുന്നു, റെഫർക്ക് ചെയ്യുന്നു, നമ്മളത് പേപ്പറിൽ വായിച്ച് അതിന് റെഫർക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും OMR അതിന്റെ കറക്റ്റ് സബ്ജക്റ്റ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മൊത്തം 4 സെക്ഷൻ കിടക്കുന്നു. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആ ചോദ്യത്തിന് നേരെ നോക്കി ബബിൾ ചെയ്ത് തിരിച്ച് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വരണം. ഇവിടെ നമ്മുടെ വിഷൻ പലയിടത്തൂടെയാണ് കടന്നു പോകുന്നത്. ക്വസ്റ്റ്യൻ, റഫർക്ക്, OMR, വീണ്ടും ക്വസ്റ്റ്യൻ. അപ്പം തീർച്ചയായിട്ടും ഒരു കുട്ടി പാനിക് ആവും. അതുകൊണ്ട് ആ രീതിയിൽ മാക്സിമം OMR പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു സപ്പോർട്ട് കൊടുക്കുക മാത്രമേ ദയവായിട്ട് ചെയ്യാവൂ. അവിടെ ഒരു ഓവർ കോൺഫിഡൻസ് വേണ്ട. ഞാൻ പരീക്ഷ എടുക്കുമ്പോൾ ശരിയായിക്കോളും, എനിക്കൊണ്ട് നന്നായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം, പക്ഷെ ഓവർ കോൺഫിഡൻസ് വേണ്ട. നിങ്ങൾ ഇന്ന് തൊട്ടേ നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയും നിങ്ങൾ ഓഫ്ലൈനായിട്ട് തന്നെ എഴുതി നോക്കണം. നിങ്ങൾ എവിടെ ആയാലും എങ്ങനെ ആയാലും അതിനൊരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പല ആൾക്കാരും ഇപ്പൊ ഈ അടുത്ത സമയത്ത് വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ അത് ഒന്നുകൂടെ ഞങ്ങളൊന്ന് അറിയുന്നത്. ഇങ്ങനെ വീണ്ടും പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ OMR മാർക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആൻസർ നമുക്കറിയാം, അല്ലെങ്കിൽ ചെയ്തു കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മെഷീനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മെഷീൻ റീഡ് ചെയ്താലേ റാങ്ക് നമുക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ OMR ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാവരോടുമായിട്ട് OMR ചെയ്യുമ്പം ഒരു OMR NTA അസൈൻ ചെയ്യുമ്പം ഇത് ഏത് കുട്ടിയാണ് പരീക്ഷ എഴുതേണ്ടതെന്നുള്ളത് ഒരു സീരിയൽ നമ്പർ ഓർഡറിൽ, ഒരു ബാർകോഡ് റീഡറിൽ ആ NTA അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് എന്തെഴുതുന്നു, നമ്മുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, സൈന്, നമ്മുടെ റോൾ നമ്പർ ബബിൾ ചെയ്യുന്നു, ഒന്നും NTA കാര്യമാക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യമായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ മോഡലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ അതിലൊരു എറർ, റോൾ നമ്പർ എഴുതുന്നതിലൊരു എറർ, റോൾ നമ്പർ ബബിൾ ചെയ്യുന്നതിലൊരു എറർ, സൈൻ ചെയ്യുന്നതിലോ അച്ഛൻ്റെ പേര് എഴുതുന്നതിലോ അമ്മയുടെ പേര് ഒരു എറർ ഒരിക്കലും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുകയില്ല. 180 ബബിൾ മാത്രമാണ് NTA വേണ്ടത്. അതിൽ നിന്ന് മാത്രമാണ് നീറ്റ് 2024 റിസൾട്ട് വരുന്നത്. പക്ഷെ അതിലും ഇവർക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇത് ഒന്ന് മാറിപ്പോയാൽ പോലും ഇവർ പെട്ടെന്ന് പേടിച്ച് പാനിക്കായി. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കും. ഇവർക്ക് അത് എനിക്ക് തോന്നുന്നു ചിന്തിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഞങ്ങൾ എഴുതുന്ന ആ ഒരു ഡേറ്റ്, നിങ്ങൾ എഴുതുന്ന ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കാതെ എഴുതണം എന്നൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. മറിച്ച് എങ്കിൽ പോലും അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. വന്നാൽ പോലും റോൾ നമ്പർ എഴുതുമ്പോൾ തെറ്റിക്കും. നിങ്ങൾ ബോക്സിനകത്ത് 2, 3, 4, 5, 6 എന്ന് എഴുതുമ്പോൾ തീർച്ചയായിട്ടും തെറ്റിക്കും. അത് ബബിൾ ചെയ്യുമ്പോഴും തെറ്റിക്കും. കാരണം ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. അപ്പം അതിപ്പോ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യുക. പക്ഷെ ഇനി തെറ്റിയാലും പേടിക്കണ്ട. കാരണം നിങ്ങൾക്ക് മുന്നേ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഒരു എക്സാം ഹാളിൽ ഒരു കുട്ടി ആബ്സെന്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ആബ്സെന്റ് ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കില്ല. അത് ആ ഒരു സീറ്റിന് അസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള എററുകൾ നമ്മളൊരു എക്സാം ഹാളിൽ വരുത്തേണ്ട കാര്യങ്ങൾ ഇന്ന് അതുപോലെ തന്നെ ഇന്നും എക്സാം വരുന്ന കുട്ടികൾ ഞാൻ ശ്രദ്ധിച്ചു, സമയത്തിന് ഓടി വരുന്നു, റോൾ നമ്പർ നോക്കുന്നു, റൂം ഏതാണെന്നുള്ളത് നോക്കാനായിട്ട് പരിഭ്രമിക്കുന്നു, റൂം എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു. അതുപോലെ തന്നെ എക്സാം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, വാച്ചിൻ്റെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും അത്രത്തോളം സീരിയസ് ആയിട്ട് കുട്ടികൾ മോഡൽ എക്സാമിനെ കണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ചും വാച്ചൊക്കെ നമുക്കത് പറയാനേ പറ്റില്ല. ഞങ്ങൾ എപ്പോഴും എനിക്ക് തോന്നുന്നു ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തൊട്ട്, ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഓരോ ക്വസ്റ്റനും വാച്ച് വെച്ച് ചെയ്ത് അല്ലെങ്കിൽ ക്ലോക്കിൽ നോക്കി ചെയ്ത് ആ ഒരു ടെൻഡൻസി കാണിച്ചാൽ നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഹാളിൽ ക്ലോക്ക് ഉണ്ടായിരിക്കണമെന്നോ കൃത്യസമയത്ത് ബെല്ലടിക്കണമെന്നോ അവിടെ നിൽക്കുന്ന അധ്യാപകൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓക്കെ 1/2 മണിക്കൂർ കഴിഞ്ഞു, ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ, അങ്ങനെ വാർണിംഗ് തരണമെന്നോ ഒന്നും ഒരു നിയമവും ഇല്ല. അപ്പം നിങ്ങൾ സെൽഫ് പ്രാക്ടീസിലൂടെ വേണം ഇത് നേടിയെടുക്കാൻ. അത് ഞാൻ
മെയ് 4 തൊട്ട് വാച്ച് ഉപയോഗിക്കില്ല, മെയ് 5 വാച്ച് ഉപയോഗിക്കില്ല എന്നല്ല പറയേണ്ടത്. ഇന്ന് തൊട്ട് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഇന്ന് വന്നപ്പോൾ പോലും നിങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാതെ, പിന്നെ കൂൾ ഓഫ് ടൈമിന്റെ കാര്യവും അരമണിക്കൂർ മുൻപേ എക്സാം ഹാളിൽ എത്തണമെന്നും ഈ അരമണിക്കൂർ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെ മെയ് 5-ന്, കാരണം മെയ് 5 നിങ്ങൾ എന്തായാലും അരമണിക്കൂറല്ല, മിക്കവാറും 1 മണിക്കൂറൊക്കെ മുന്നേ നിങ്ങൾ ഹാളിൽ എത്തും. ഈ 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 1 മണിക്കൂറിൽ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ ഇതെല്ലാം തന്നെ പരീക്ഷാ പേപ്പറിൽ പ്രതിഫലിക്കും. അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ ആ എക്സാം ഹാളിൽ ഒരു പരിചയവുമില്ലാത്ത കുറേ ആൾക്കാരുടെ ഇടയിൽ ഏതോ ഒരു അധ്യാപകന്റെ മുൻപിൽ നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചിന്തയെ ഒന്ന് കടിഞ്ഞാണിടാൻ അതിനൊരു പ്രാക്ടീസാണ് ഇവിടെ വരുമ്പോഴും നിങ്ങൾ അരമണിക്കൂർ മുൻപേ വന്നിരുന്ന് അതേ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കണം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പല കുട്ടികളും അവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. അപ്പോൾ പാരൻസ് പറയുമ്പോഴും അത് കൃത്യമായിട്ട് ഇൻസ്ട്രക്ട് ചെയ്ത് അരമണിക്കൂറിന് മുൻപ് അവർക്ക് എത്ര അടുത്തുള്ള ഹോസ്റ്റലായാലും അവർക്ക് എത്ര ഫെമിലിയർ ആയുള്ള ക്ലാസ് റൂം ആയാലും ക്ലാസ് ടീച്ചർ എത്ര കംഫർട്ടബിൾ ആയാലും അരമണിക്കൂറിന് മുൻപേ ഇവിടെ വന്നിരിക്കുകയും ഈ അരമണിക്കൂർ അവരുടെ ചിന്തകളെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയും വേണം. എങ്കിലേ മെയ് 5-ന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആൻസർ ഷീറ്റ് കാണുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അത് തന്നെ തീർച്ചയായിട്ടും. കാരണം സ്മാർട്ട് വർക്കാണ്. നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, OMR-ൽ 180 ബബിളാണ് OMR സ്കാനർ റീഡ് ചെയ്യുന്നത്. അതിലാണ് നീറ്റ് 2024 റിസൾട്ട് അടങ്ങിയിരിക്കുന്നത്. അതിനപ്പുറത്ത് മറ്റൊന്നും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാതിരിക്കണമെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. നീറ്റ് 2024 നമുക്ക് വേണ്ടത് 720 ആണ്. അവിടെ ഒരു കോംപ്രമൈസ് തീർച്ചയായിട്ടും. കാരണം പിന്നെ റിസ്ക് എടുക്കേണ്ട ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും റിസ്ക് എടുക്കുന്നത് നല്ലതാണ് ഈ മോഡലിന്. ഈ മോഡൽ എക്സാമിന് വേണം നിങ്ങൾ റിസ്ക് എടുത്ത് തുടങ്ങാൻ. ഒരു 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് റിസ്ക് എടുത്ത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ അത് റിസ്ക് എടുത്ത് നിങ്ങൾ ചെയ്ത് വന്നിട്ട് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, എൻ്റെ വേ കറക്റ്റ് ആയിരുന്നു, എൻ്റെ തിങ്കിങ് കറക്റ്റ് ആയിരുന്നു, ഈ കോൺസെപ്റ്റിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനി അതല്ല, ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയെങ്കിൽ എന്തുകൊണ്ടാണ്, ഞാൻ എവിടെ ഇന്റർപ്രറ്റ് ചെയ്തപ്പോഴാണ് ആ മിസ്റ്റേക്ക് വന്നത്, അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് അങ്ങനെ 720 തന്നെ എയിം ചെയ്യുന്നവർ ആ റിസ്ക് എടുക്കുമ്പോൾ ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. ഒരു 5-6 പരീക്ഷയിൽ നിങ്ങൾ അങ്ങനെ റിസ്ക് എടുക്ക് വരുമ്പോൾ 6ാമത്തെ പരീക്ഷയ്ക്ക് അതൊരു റിസ്ക് ആവില്ല, നിങ്ങൾക്ക് ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. പിന്നെ നമുക്ക് മാനസികമായിട്ടുള്ള, നമ്മൾ മനുഷ്യരായതുകൊണ്ട് മാനസികമായിട്ടുള്ള ചെറിയൊരു കുഴപ്പം ചോദിച്ചാൽ, എൻ്റെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാകാം എന്നാണ് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത്. അപ്പം ഒരു 4 ചോയ്സിനകത്ത് 2 ചോയ്സാണ് ആൻസർ എന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും ചെയ്യുന്നത് തെറ്റാണ് എന്ന് എൻ്റെ ഉപബോധ മനസ്സ് പറയുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് എനിക്കും ടീച്ചറിനും ഈ 23 ലക്ഷം പേരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ആ ചെയ്ത രീതി തെറ്റാണ്, അങ്ങനെയല്ല. എല്ലാവരും ഒരേ രീതിയിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. 180 എണ്ണത്തിൽ നമ്മൾ അങ്ങനെ തെറ്റിക്കുന്നത് 1-2 മാത്രമേ ഉള്ളൂ. ബാക്കി 178 എണ്ണവും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ 2 എണ്ണം വരുന്നതിൽ നമ്മൾ പറഞ്ഞത് തന്നെയായിരുന്നു ശരി. അപ്പം നമ്മൾ പറഞ്ഞത് ശരി 99.9% നമ്മളെ വിശ്വസിക്കുക, നമ്മൾ തന്നെയാണ് ശരി, നമ്മൾ ചെയ്യുന്നതും ശരിയാണ്. പിന്നെ 0.1 അല്ലെ 0.01% അത് മാനുഷികവുമാണ്. അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. കാരണം ഒന്നും പൂർണ്ണതയിലോട്ടല്ല പോകേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം തന്നെയാണ് റിസ്ക് എടുക്കാൻ ഏറ്റവും നല്ലത്. കാരണം ആ റിസ്കിലൂടെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഞാനൊരു ക്വസ്റ്റ്യനിൽ ഒരു റിസ്ക് എടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മളൊന്ന് റിസ്ക് എടുത്ത് നോക്കിയേ പറ്റൂ. അപ്പൊ ഇവിടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിനേക്കാളും 720 എയിം ചെയ്യുന്നവർ ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് റിസ്ക് എടുത്ത് നോക്കണം. അപ്പോൾ ഞാൻ കിട്ടിയ മാർക്കിൽ നിന്ന് പോവുമല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, അങ്ങനെ വിചാരിക്കേണ്ട. കാരണം 1 or 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ വീട്ടിൽ വന്ന് അതൊന്ന് ഞാൻ എടുത്ത റിസ്ക്കും എന്തുകൊണ്ടാണ് അത് തെറ്റിയത് അല്ലെങ്കിൽ ശരിയായത് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ ആ ക്വസ്റ്റിന് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളോട് പറയും, നീ കഴിഞ്ഞ പ്രാവശ്യം റിസ്ക് എടുത്തത് ശരിയല്ല, ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനെ പോകാം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്തൊന്ന് ശീലിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം ഈസ് ആപ്റ്റ് നമുക്ക് അല്ലെ റിസ്ക് എടുക്കാൻ. നമുക്ക് മുമ്പിലുണ്ട്. ഒരു കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷനിൽ നിന്ന് വിട പറയാം. ഉറക്കം. ഈ മോഡലിന് വേണ്ടിയിട്ട് ഞാൻ കാണുന്ന എല്ലാ കുട്ടികളും, അവിടെയൊക്കെ നമ്മൾ എല്ലാവരുടെയും കാര്യം തന്നെ ഉദ്ദേശിക്കുന്നത് അമിതമായിട്ട് രാത്രിയിൽ ഉറക്കമളച്ചിരുന്ന് മോഡലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. ദയവ് ചെയ്ത് കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. മെയ് 5-നല്ല നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. നമുക്ക് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ മെയ് 5 ആണ്. നിങ്ങൾ ആ പിറ്റേ ദിവസം മോഡലാണെങ്കിൽ തലേ ദിവസം നിങ്ങൾ കംഫർട്ടായിട്ട് ഉറങ്ങണം.
അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ഉറങ്ങണം. 11 ഉറങ്ങണം എന്ന് മാത്രമല്ല, നമ്മുടെ സിസ്റ്റം എത്രത്തോളം സ്ട്രെനുവസ് ആകുന്നോ അതിനനുസരിച്ച് നമുക്ക് ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യാനോ മെമ്മറൈസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പ്രത്യേകിച്ചും ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ ഈ പറയുന്ന പോലെ ബയോളജിയുടെ സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം ഓർക്കണമെങ്കിൽ ബ്രെയിൻ എപ്പോഴും നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. നിങ്ങൾ അതിനെ ഉറക്കമൊന്നും കൊടുക്കാതെ ഡിസ്റ്റർബ് ചെയ്ത് വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഉറക്കമൊന്നും ഇല്ലാതെ പോയാൽ നമുക്ക് എന്തെങ്കിലും എൻജോയ് ചെയ്യാനോ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനോ പറ്റുമോ? പറ്റത്തില്ല. അപ്പം നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ടത് ഞാൻ ഇത്രേ പഠിച്ചുള്ളൂ, മതി, എനിക്ക് ആ പഠിച്ചത് വെച്ച് ഞാൻ എഴുതി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലാതെ തലേ ദിവസം രാത്രി മുഴുവൻ സമയവും ഇരുന്ന് പഠിക്കുക. ഏറ്റവും സ്ട്രെനുവസ് ആയിട്ട് ഓരോ കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് വരുമ്പോൾ തന്നെ ഏതാണ്ട് വരുന്ന പോലെ ഒരു ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഓടി റഷ് ചെയ്ത് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നിങ്ങൾക്ക് സ്ട്രെനുവസ് അല്ലാത്ത രീതിയിൽ പഠിക്കുക. അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി, അവർക്ക് 6 മണിക്കൂർ ഉറങ്ങിയാൽ ഓക്കെയാണ്. ചില ആൾക്കാർക്ക് 4 മണിക്കൂർ ഉറങ്ങിയാൽ പോലും സിസ്റ്റം കംഫർട്ടബിൾ ആണ്. പക്ഷേ റെസ്റ്റ് എടുക്കണം. ഇപ്പൊ 7 മണിക്കൂർ ഉറങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ തലവേദന വരുന്നു അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു കുട്ടി തൊട്ടടുത്തിരിക്കുന്ന റൂംമേറ്റ് അയാൾക്ക് 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതിയാകും. അയാളെ കണ്ടിട്ട് ഞാനും അങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കാം എന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. ഒരിക്കലും ഇല്ല. നിങ്ങൾ സിസ്റ്റം കംഫർട്ടബിൾ ആക്കി വെക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാരൻസ് പറഞ്ഞു കൊടുക്കുമ്പോഴും എന്താ നീ, നിനക്ക് അത്രയും സമയം കൂടെ പഠിച്ചിട്ട് അവൾ 16 മണിക്കൂർ പഠിക്കണം, നീ എന്താ 10 മണിക്കൂർ എന്നല്ല ചോദിക്കേണ്ടത്. അവര് കൃത്യമാണ്, അവരുടെ സിസ്റ്റം സ്ട്രെനുവസ് ആക്കാതെ നോക്കണം. അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മുടെ അഡാപ്റ്റേഷൻ. അപ്പോൾ അതിനനുസരിച്ച് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് പരീക്ഷ എഴുതൂ. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾ എറർ ഫ്രീ ആയിട്ട് പോകൂ. മെയ് 5 നമുക്കുള്ളതാണ് ഡ്രീം 720 അല്ല, റിയൽ 720യിലേക്ക് നമ്മൾ എത്തേണ്ടതാണ്. ഓക്കെ, വീണ്ടും കാണാം. ബൈ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.